നമസ്കാരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വളരെ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനും സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ് മെയ് മാസം വരെ ഉണ്ടാവുക. ഒരുപക്ഷെ 2024 വന്നു ചേർന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കാം. പക്ഷേ വളരെ ഒരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് വന്നു ചേരുവാനും എന്നാൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെ പ്രവർത്തിക്കാനും വന്നു ചേരുന്ന അവസരങ്ങൾ ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതാണെങ്കിലും സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണെങ്കിലും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മിക്ക ദിവസങ്ങളിലും അഹോരാത്രം പ്രവർത്തിച്ച് മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ 2024 തുടങ്ങി വെച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ ഇതെല്ലാം തന്നെ അനുവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം ഒരു ആശ്വാസമേകുന്ന ഘടകം മെയ് മാസത്തിൽ വന്നു ചേരുവാൻ, മെയ് മാസം മുതൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. അമ്മയുടെ അസുഖങ്ങളെല്ലാം മെയ് മാസം മുതൽ ഒഴിഞ്ഞു മാറുവാനും ഒരുപക്ഷെ അതിനുശേഷം സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ സ്വല്പം ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാം. അച്ഛൻ്റെ അസുഖങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇനി മുതൽ ഒരുപക്ഷെ മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുക, തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുക, അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് താമസിപ്പിക്കുക, ഇങ്ങനെ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ വേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട പുതിയതായിട്ടുള്ള പല വിധത്തിലുള്ള ആശയങ്ങളും ഏറ്റെടുക്കുവാനും ഒരു വർഷത്തേക്ക് ഇനി ഒരു 3 വർഷത്തേക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും ചുമതലകളും വേണ്ടിവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇനി കരാറ് ജോലികൾ ആണെങ്കിൽ പോലും 2 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്നതായിട്ടുള്ള കരാറ് ജോലികളാണ് എന്ന് പറയുമെങ്കിൽ പോലും രേഖാപരമായിട്ട് തന്നെ അതിൽ 3 വർഷം എന്ന ചേർക്കുക തന്നെ ആയിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം പൂർത്തീകരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അഥവാ 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന തൊഴിൽ മണ്ഡലങ്ങളിൽ നിന്ന് പിന്മാറുകയായിരിക്കും നന്നാവുക. വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. പലപ്പോഴും മേലധികാരികളുടെ ചെയ്തു വച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് മെയ് മാസം മുതൽ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഇതെല്ലാം തന്നെ രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കുക എന്നതും ഒരു ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് മെയ് മാസം മുതൽ ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പലപ്പോഴും 2024 മെയ് മാസം മുതൽ തന്നെ അവസരങ്ങൾ വളരെ കുറവായിരുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഓഗസ്റ്റ് മാസം മുതൽ ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാനാണ് യോഗമുള്ളത്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് ഉദ്യോഗം ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ ലഭിച്ച ജോലിക്ക് പ്രവേശിക്കാൻ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ സംജാതം ആകുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ 2 വർഷത്തെ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഓൺലൈനായിട്ട് പഠിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പഠിക്കുന്ന പാഠ്യപദ്ധതിയായിരിക്കാം. എന്തായാലും ജോലി ഉപേക്ഷിച്ചും കൊണ്ട് പഠിക്കാനുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അല്ലാത്ത നിലയിൽ എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ബന്ധുക്കൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ ഒഴിവാക്കുവാനായിട്ട് സുതാര്യതയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നതിന് ഭാഗമായിട്ട് പല സഹായം വേണ്ടി വരുവാനിടയുണ്ട്. സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ
പൂർവികമായുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അറിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടും അനുഭവജ്ഞാനം അവലംബിച്ചുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ തൃപ്തികരമായുള്ള രീതിയിൽ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. സംഭവബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സുദീർഘമായുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മക്കളുടെ നിർബന്ധത്താൽ അവരോടൊപ്പം മാസങ്ങളോളം താമസിക്കാനായിട്ട് അന്യദേശത്തോ വിദേശത്തോ അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും ചിന്താമണ്ഡലത്തിൽ പല ആശയങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം എല്ലാ കാര്യങ്ങളെയും വരും വരായികളെ പറ്റി ചിന്തിക്കേണ്ടതുമാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ജീവിത പങ്കാളിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങൾ സ്വീകരിക്കുക തന്നെയായിരിക്കും ഭാവിയിലേക്ക് ഏറ്റവും നന്നായി തീരുക. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള കർമ്മമണ്ഡലങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും വന്നു ചേരുവാനിടയുണ്ട്. സൂചനകൾ ലഭിക്കുന്നതിനാൽ നിലവിലുള്ള പാഠ്യപദ്ധതി പൂർത്തീകരിക്കുവാൻ തീരുമാനിക്കും. യാത്രാവേളയിൽ ആഭരണങ്ങളും വിലപ്പെട്ട രേഖകളും പണവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളും ഇരട്ടി ചെലവും അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ ഇടവരും. തൊഴിൽ മണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കും. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യാതെ സ്വന്തം കാര്യങ്ങളിൽ ധ്രുവീകരണത്തിന് തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും വിദഗ്ധമായുള്ള പരിശോധനകൾ നടത്തുകയും എന്നാൽ ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ടും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടും ആണ് അസുഖം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ഭക്ഷണ ക്രമീകരണം, വ്യായാമം, യോഗ എന്നിവ പരിശീലിക്കുവാനും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും സാധ്യത കാണുന്നതുമുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാര പരിധി വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ നിലവിലുള്ള ഗ്രഹത്തിൽ താമസിപ്പിച്ചുകൊണ്ട് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്ഥിരതാമസമാക്കുവാനുള്ള ഒരു അവസരത്തെ സ്വീകരിക്കുവാനിടവരും. പലപ്പോഴും പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനിടയുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയതായുള്ള പ്രവർത്തന ശൈലിയും ഈശ്വര പ്രാർത്ഥനകളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം, അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീർക്കുവാൻ അവസരം വന്നു ചേരുവാൻ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2025 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.